പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിക്കുന്നത്. കുറേ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോടെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? ചേട്ടാ ഞാൻ വന്നു. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണോ? ഉറപ്പിക്കാവോ അച്ഛാ ഈ ഒരു കാര്യത്തെ കുറിച്ച്? ആനക്ക് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാൽ കഴിഞ്ഞാൽ എന്തോ ചെയ്യാനായിട്ട് പറ്റും? എനിക്ക് അറിയുന്നില്ല ഇത്രയും നാളും നമ്മൾ കണ്ടത് എന്തുവായിരുന്നെന്ന്. പക്ഷെ നല്ലതാണ്, ഒരു മാറ്റം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ ഇതുപോലൊക്കെ മാറുമ്പോഴത്തേക്കിന് എല്ലാ ആടുകളും കുഞ്ഞാടാണ് എന്നുള്ളൊരു കാര്യം മറക്കല്ല്. അല്ലാതെ ഒരെണ്ണം കുഞ്ഞാടും മറ്റേത് ചെമ്മരിയാടുമായിട്ട് മാറ്റി നിർത്താതെ എല്ലാം ഒരുപോലെ കാണാനായിട്ട് നിൽക്കൂ. അതല്ലേ അതിൻ്റെ ഒരു ശരി? അതല്ലേ ഒരു പുരോഹിതനെ സംബന്ധിച്ച് അതല്ലേ ശരി? എന്ത് കുറ്റം ചെയ്താലും തെറ്റ് ചെയ്താലും ആൾ എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് കർത്താവിൻ്റെ കുഞ്ഞാടാ നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലേ. അല്ലാതെ മാറിയിരുന്ന് കുടുംബശ്രീ കളിക്കുന്നത്ര ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാൻ അത് മാത്രമേ ഉള്ളൂ. നിലവിൽ ഇതുപോലൊരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത് മെയിൻ സ്ട്രീം വണ്ണിനകത്താണ്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ആ ആൾക്ക് ഈ മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ഈ ഒരു ചാനല് തീരെ ഇഷ്ടമല്ലാത്ത ചാനലായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇയാൾക്കെതിരെ വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? ഈ മെയിൻ സ്ട്രീം വണ്ണിനകത്ത് മാത്രമായിരുന്നു. അപ്പോൾ ഇച്ചിരി ദേഷ്യത്തിലുള്ളൊരു ചാനലായിരുന്നു. അപ്പോൾ അവർക്ക് തന്നെ ഇതുപോലൊരു ഇന്റർവ്യൂ കൊടുത്ത് ഇതുപോലെ തന്നെ എങ്ങനെ സാധിക്കുന്നു മനുഷ്യ? രോഗാവസ്ഥ കണക്കൂട്ടിയെടുക്കാം, എല്ലാം എടുക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരാളെ ഒരു സൈബർ ആക്രമണത്തിന് വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കുന്ന ഈ ഒരു രീതി, അതൊരു പുരോഹിതന് ചേർന്ന ഒരു കാര്യമാണോ? കഴിഞ്ഞ തവണ, അതായത് ഈ ഒരു രോഗാവസ്ഥ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സംസാരിക്കുന്ന ഒരു നോബൽ ഫിലിപ്പ് അച്ഛൻ ഉണ്ടായിരുന്നു. ആ അച്ഛനെ സംബന്ധിച്ച് ആ അച്ഛന് കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു അവിടെ. ആ സ്ഥലങ്ങളൊന്നും ഇവരുള്ളതുകൊണ്ട് വിറ്റ് പോയിന്നില്ല എന്നൊരു കാര്യമായിട്ടായിരുന്നു വന്നിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് കൂടെ പറയുന്നുണ്ടായിരുന്നു ഇവരെനിക്ക് പേഴ്സണലായിട്ടൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞ്? അപ്പോൾ അവിടെ വണ്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു ഫ്ലെക്സ് വെച്ചൊരു അച്ഛനുണ്ടായിരുന്നു. അത് എന്തിനായിരുന്നു വെച്ചത്? ആ വണ്ടി അങ്ങോട്ട് കയറരുതെന്നൊക്കെ പറഞ്ഞു. അത് പേഴ്സണലായിട്ട് ഉപദ്രവമില്ലേ? സാറ്റലൈറ്റ് വഴിയുള്ള ഉപദ്രവമായിരിക്കില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം, കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൊത്തം കണ്ടിട്ട് മാത്രം നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ ഹൈപ്പ് തീരെ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ കിടന്ന് കെഞ്ചി നിൻ്റെ ഒക്കെ അടുത്ത് ഹൈപ്പ് വെക്കേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് ഈ വീഡിയോ എടുത്താൽ ഹൈപ്പ് കൊടുത്തോളും. ആദ്യം രേണു സുധിക്ക് പറയാനുള്ളൊരു കാര്യം നമുക്കൊന്ന് കാണാം. ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാനൊരിക്കലും എന്താ പറയുക, ഈ രോഗം വന്ന ഒരു മനുഷ്യനും എന്താ പറയുക രോഗം വന്ന് കള്ളം പറയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇത് എന്തിനാണ് ഇട്ടേക്കുന്നത്? ഇത് വെറുതെ ഇടത്തില്ലല്ലോ. ഇത് ഹാർട്ടിലോട്ടുള്ള പിക്ക് ലൈനാണ്. ഇത് വെറുതെ ഒരാൾക്ക് രോഗമില്ലാത്ത ഒരാൾക്ക് കുത്തിയിടത്തില്ല. ഞാൻ പറയാം, നമ്മളെ ആരും ഇതുവരെ രേണു സുധിക്ക് രോഗമില്ല എന്ന് പറഞ്ഞിട്ടില്ല. രോഗി കാണിക്കുന്നത് പ്രഹസനമാണെന്ന് നമ്മൾ കാണിച്ചിട്ടില്ല, ഇപ്പൊ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇതുപോലെ ഒരു സൈബർ അറ്റാക്ക് നേരിടാൻ വേണ്ടിയിട്ട് എന്തിനു വഴി ഒരുക്കുന്നു? അതായിരുന്നല്ലോ ഏറ്റവും വലിയൊരു കൺസേൺ. വേറൊന്നുമല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, കുറേ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ഊർജ്ജസ്വലതയോടെ വന്ന് ഞാൻ എന്നും അങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അയ്യോ ഒരിക്കലുമല്ല. ഇത് നമുക്കറിയാമല്ലോ, ഇതൊരു സ്ലോ പിക്കപ്പ് ആയിരിക്കും. നിങ്ങൾ പെട്ടെന്ന് ഊർജ്ജസ്വലയിലേക്ക് വരും. കാരണം നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയുമോ? അതായത് അങ്ങനെ കിച്ചുവിനെ കുറിച്ച് കട്ടിൽ എഴുന്നേറ്റിരുന്ന് ഭയങ്കര ആരോഗ്യത്തോടു കൂടി ഒരു വീഡിയോ ഇടുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഇട്ടുള്ള ഒരു വീഡിയോ എങ്ങനെയാ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും അനങ്ങാൻ വയ്യാതെ കൈ പൊക്കാൻ വയ്യ, പെയിനിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷൻ കൊടുത്തുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുള്ളൊരു രേണുവിനെയാ. വെരി നെക്സ്റ്റ് സാധനത്തിനകത്ത് ഇതുപോലൊരു മാറ്റം എങ്ങനെ വന്നു? ആ മാറ്റം കൃത്യമായിട്ട് മനസ്സിലായവർക്കറിയാം. എനിക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് അറിയോ? തൊട്ടിപ്പുറത്ത് അതായത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനകത്ത് വന്നിട്ട് സുധിയെക്കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് ഭയങ്കര സെൻറ്റിയായിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിലാണ് എന്ന് പറയുന്ന അതേ രേണു തന്നെ തൊട്ടിപ്പുറത്ത് എക്സ്ക്ലൂസീവിനകത്ത് വന്നിട്ട് ഹായ് ഹോ ഹാവ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഒരു രേണുവിനെയാ. ആ ഒരു ഊർജ്ജത്തിന്റെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതാണ് ഇവിടെയും ഫീൽ ചെയ്തിരിക്കുന്നത്. അത് ഒരിക്കലും രോഗത്തെ നമ്മൾ പറഞ്ഞ കാര്യമല്ല. ആ ഒരു മാറ്റം അത് സത്യസന്ധമായ ഒരു മാറ്റമാണോ അത് ആർട്ടിഫിഷ്യൽ മാറ്റമാണോ എന്നുള്ളൊരു ഡൗട്ട് ആർക്കായാലും തോന്നിപ്പോണ്ടേണു. നമ്മളെന്താ ചെയ്യാനാ? മനുഷ്യരല്ലേ? നീയും മനുഷ്യരും നമ്മളും മനുഷ്യർ. അപ്പം ഞാൻ കീമോ കഴിഞ്ഞാൽ അറിയാവുന്നവരോട് ചോദിച്ചാൽ മതി. കീമോ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോവുകയും അതുപോലെ കിടപ്പായിരിക്കും. കിടന്നുകൊണ്ട് ആ സമയത്തെടുത്ത വീഡിയോ ആണത്. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി വന്നു. എപ്പോഴും എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ ഓക്കെ ആയല്ലേ പറ്റത്തുള്ളൂ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ വരുമാന മാർഗം ഇപ്പം ഒന്നുമില്ല. ഞാനിവിടെ കിടപ്പാണ്. ഈ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ ഈ രോഗത്തിൻ്റെ പരിമിതി വെച്ച് തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ പഴയ പോലെ എനിക്ക് പ്രമോഷനോ ഇനോഗ്രേഷനോ ചെറിയ ചെറിയ ഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ പോലെ എൻ്റെ മാനേജറെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണം. എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാനതെല്ലാം ചെയ്യും. സോ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് വേണ്ടത്.
സത്യം പറഞ്ഞാൽ ടെൻഷനാണ് ഓരോ ദിവസം. നിങ്ങൾക്കറിയാം ക്യാൻസർ രോഗത്തിന് ഒരുപാട് മരുന്നും മെഡിസിൻസും ഒക്കെ ആവശ്യമാണ്, അതിനൊക്കെ ഒരുപാട് പൈസ ആവശ്യമാണ്. അപ്പം ഞാൻ പ്രോഗ്രാമൊന്നും ഇല്ലാതിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രോഗ്രാം ഇവിടെയുള്ള അടുത്തൊക്കെയുള്ള പ്രോഗ്രാംസൊക്കെ നിങ്ങൾ പഴയ പോലെ ചെറിയ ചെറിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ തരുവാണെങ്കിൽ എൻ്റെ പരിമിതിക്കനുസരിച്ച് ഞാൻ ചെയ്യാം. അതുപോലെ എനിക്ക് ചെയ്തോ, നമ്മൾ ചെയ്യേണ്ടെന്ന് പറയുന്നില്ലല്ലോ. പക്ഷെ ഈ ഒരു രോഗത്തെ മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കരുത്. കാരണം ഇതുപോലൊരു രോഗം കൊണ്ട് അനുഭവിക്കുന്ന ജീവിതം സർവൈവ് ചെയ്യുന്ന വെല്ലുവിളി നേടുന്നിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് രേണു സുധി ഒരു ഫേസ് വാല്യൂ ഉള്ള ഒരാളായതുകൊണ്ട് ഈ രീതിയിലേക്ക് ഈ ഒരു രോഗത്തെ യൂസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്നതിന് ശേഷം മുതൽ നമ്മൾ അത് അവരായിട്ട് മുതലെടുക്കാൻ നിൽക്കത്തില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഒരു സൈഡിൽ ക്ലോസ് ചെയ്തൊരു സാധനമാണ്. വീണ്ടും വീണ്ടും പല കാര്യങ്ങൾ എന്താണ് നെഗറ്റിവിറ്റി എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ വീണ്ടും ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കൊല്ലം സുധിച്ചേട്ടനും അവരുടെ ഇളയ മകനും ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ്, ഞാൻ ഫോട്ടോ ഇവിടെ കാണിക്കുന്നില്ല, അതിന്റെ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ മോൻ ഋതപ്പൻ, മോന്റെ അവകാശം ഈ അമ്മയ്ക്ക് മാത്രമായിരിക്കും. എൻ്റെ മരണം വരെ എൻ്റെ ഋതപ്പൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൻ എൻ്റേതു മാത്രമായിരിക്കും. ആർക്കും അവൻ്റെ പേരിൽ റീച്ചും ഉണ്ടാക്കാനോ സെന്റിമെന്റൽ ഗെയിം വർക്കൗട്ട് ചെയ്യാനോ നടക്കണ്ട, തരില്ല എൻ്റെ മോനെ. ആരെങ്കിലും ചോദിച്ചോ? ഞാൻ ചോദിച്ച വല്ലോ ഋതപ്പനെ കുറിച്ച്? ചോദിച്ചില്ലല്ലോ. നീ എൻ്റെ വണ്ടിയിൽ ആരും ഇല്ലല്ലോ. നിങ്ങളാരെങ്കിലും ചോദിച്ചോ? ഡീ പെണ്ണ നീ ചോദിച്ചോ അവിടെ ആരോ നിൽക്കുന്നു? ആരും ചോദിച്ചിട്ടില്ലല്ലോ. ആരും ഇങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. ആരും നിങ്ങളുടെ കൊച്ചതല്ല എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ കൂടെ അല്ല കൊച്ചെ തിരിച്ചു വിടണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തൊക്കെ ഈ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോ. ഈ ഒരു അവസ്ഥ ഇരുന്ന് കാണിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു? അപ്പോൾ അതിന് നെഗറ്റീവ് വരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അതിന് നെഗറ്റീവ് വരുന്ന അവരുടെ പ്രൊഫൈലിനകത്ത് നോക്കിയാൽ മതി, സ്റ്റോറിക്കകത്ത് അതേ നെഗറ്റിവിറ്റികൾ അത് എടുത്തു വെച്ച് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് സ്റ്റോറി ഇട്ട് വിട്ടിരിക്കുക. അതായത് നെഗറ്റീവ് ഇടുന്ന കമന്റ്സ്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതോ, രേണു സുധിയെ പോയി ഒരു 10 വിളിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് അത് പൊക്കിയെടുത്ത് റീച്ച് ഉണ്ടാക്കി തരും നമുക്ക്. അതായത് പോസിറ്റീവ് റീച്ചും വേണം, നെഗറ്റീവ് റീച്ച് വേണം, രണ്ട് സൈഡിലുള്ള റീച്ച് വേണം. ഒന്ന് ആലോചിച്ച് നോക്കെ, നെഗറ്റീവ് കിട്ടുന്നതിന് ഇത്രയധികം പബ്ലിസിറ്റി കൊടുക്കാൻ നിൽക്കുന്നത് കൊണ്ടല്ലേ അവിടെ ആൾക്കാർ വീണ്ടും വരുന്നത്, അതിനകത്ത് കമന്റ് ഇടാനായിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് വീണ്ടും എവിടേക്കാണ് പോകുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശം നല്ലതായിട്ടാണോ ചീത്തയായിട്ടാണോ വിട്ടേക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുരോഹിതൻ ഇവരുടെ വീട്ടിൽ പോകുന്ന കാര്യം, പുരോഹിതൻ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന കാര്യം എല്ലാം നമുക്കറിയാവുന്നതാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്നത്, എനിക്ക് മാത്രമല്ല യൂട്യൂബേഴ്സിനെല്ലാം അറിയാവുന്ന ഒരു കാര്യമായിരുന്നേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അച്ഛനെന്ന് പറയുന്ന വ്യക്തി, അച്ഛനെ പറഞ്ഞ് വണ്ടി അടിച്ചപ്പോൾ തന്നെ മേളോട്ട് ഓങ്ങിപ്പോയല്ലോ. അപ്പോൾ ഈ അച്ഛനെന്ന് പറയുന്ന വ്യക്തി തന്നെ നമുക്ക് കണ്ടന്റ് അയച്ചു തന്നിട്ടില്ലേ, നമുക്ക് വീഡിയോ അയച്ചു തന്നിട്ടില്ലേ, നമ്മളോട് സംസാരിച്ചിട്ടില്ലേ? അപ്പോൾ എനിക്കറിയാം എന്തുവാണെന്നുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇടയുണ്ടായെങ്കിൽ ഒരു പുരോഹിതൻ ഇപ്പം കാണിക്കുന്നതായിരുന്നോ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്നത്? വ്യക്തമായിട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോന്നുള്ളത്. ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പോയേക്കുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോന്നുള്ളത്. പക്ഷേ മനസ്സിലാവുന്ന രീതിയിലേക്ക് വരും. നമുക്ക് എന്തായാലും ഈ വ്യക്തി തന്നെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതായത് പേഴ്സണലായിട്ട് ഞാൻ ഈ രേണുവായിട്ടൊരു ബന്ധവും ഇല്ല, ഞാൻ മീഡിയ വഴി ഉണ്ടായ ഒരു ബന്ധമാണെന്ന്, ഇതൊരു എതിർപ്പാണെന്ന്. മീഡിയയിൽ നമ്മളാരും മറ്റേ വായിക്കകത്ത് കുഴയിട്ട് കുത്തി തൊപ്പിച്ചല്ല, സ്വന്തമായിട്ട് കടന്നു തന്നെ ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞതാ. നമുക്കതൊന്ന് കണ്ടുവരാം. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത തെറിവാക്കുകളാണ് എന്നെ വിളിച്ചത്. അച്ഛാ, അത് സാറ്റലൈറ്റ് വഴി വിളിച്ചതായിരിക്കും, പേടിക്കണ്ട. നാടക നടിയല്ലേ രേണുസുധി? നാടക നടിയല്ലേ? ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. അയ്യോ, എല്ലാം ഇവിടെ അങ്ങോട്ട് കയ്യ നല്ലോണം ഒന്ന് അടിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഗേറ്റ് പോകുന്ന നല്ല കാര്യമാണ് മക്കളെ. ഞാൻ സിംഗിൾ ജീവിതം നയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ചുമ്മാ സൈബർ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ എനിക്ക് മക്കളെ തരണ്ട. ഞാനൊരു സ്ത്രീ വിരോധിയുമല്ല, ഞാനൊരു ഗേയും അല്ല, ഞാനൊരു പുരുഷനാണ്. ആണോ? ആയിക്കോട്ടെ, നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം നിങ്ങൾ തന്നെ ഇതേ അച്ഛൻ തന്നെ വന്ന് സൈബർ ഇടങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു രോഗാവസ്ഥ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ പറയുന്നു എന്നുണ്ടെങ്കിൽ അത് ആർക്കും പറയാം, എനിക്കും പറയാം, ഞാനും പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ പറയുമ്പോഴത്തേക്കിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കഴിഞ്ഞ നാൾ വരെ സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു, നേരെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴത്തേന് അവിടെ നെഗറ്റീവ് പറയുന്നു എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് കാണുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടത്? ഒരു വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം ഏതാണെന്നുള്ളത്. 100% എനിക്ക് ഇതിനു മുൻപേ ഇന്നു വരെ എനിക്ക് ഒരു ത്രെട്ട് ഉണ്ടായിട്ടില്ല. വ്യക്തികളിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നോ ത്രെട്ട് വന്നിട്ടില്ല. എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. കേട്ടല്ലോ,
ഇതൊന്നും നമ്മൾ വായി കമ്പിട്ട് പറയാൻ പറഞ്ഞല്ല, അച്ഛൻ തന്നെ പറഞ്ഞതാ. ഈ അച്ഛൻ ഇത് പറയുമ്പോഴും അച്ഛന് സഭയുണ്ട്, അച്ഛൻ ആൾക്കാരുണ്ട് എല്ലാം ഉണ്ട് ഇല്ലേ? ആ ഒരു സമയത്ത് തന്നെയല്ലേ അച്ഛൻ ഈ ഒരു കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനുശേഷം അടുത്തൊരു ഇന്റർവ്യൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോടൊരു ബോധ്യം വേണം. അച്ഛൻ എങ്ങനെ ഇപ്പൊ അവരോട്ട് അടുത്ത് എന്നുള്ള കാര്യത്തിന് ബോധ്യം വേണം. എടുക്കണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ അടുക്കുമ്പോഴത്തേക്കിന് മറ്റൊരാളെ സൈബർ അറ്റാക്കിന് വേണ്ടി ഇട്ടു കൊടുക്കുന്നത് ശരിയാണോ? കാരണം ആ വീട് ആർക്ക് കൊടുത്തതെന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല ഇതിനകത്ത്. ഇനി ആ ഇന്റർവ്യൂവിന്റെ 2 ഭാഗങ്ങൾ കാണാം. ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ അതുകൂടെ നിങ്ങൾക്ക് 2 കാര്യം ഞാൻ കാണിച്ചു തരാം. രേണുസുതി ഇറക്കിയ ഒരു വീഡിയോ ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അതായത് അച്ഛന് വ്യക്തമായിട്ട് അറിയാം രാഹുൽ ദാസിനെ കുറിച്ച് രേണുവിന് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമാണെന്ന് രേണു പറയുമ്പോഴത്തേന് രേണു ഈ നാട്ടുകാരെ മൊത്തം ഓടി നടന്നത് പറയുമോ? നമ്മളോട് മാത്രമേ ഉള്ളൂ ഇത് പറയാത്തത്. അത് ഈ പുള്ളി അറിഞ്ഞില്ല അയൽക്കാരനായിട്ടുള്ള. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ കുമ്പസാരിച്ചതായിരിക്കും. അങ്ങനെ കുമ്പസാരിച്ചതാണ് എന്നുണ്ടെങ്കിൽ ഒരു പുരോഹിതനെ സംബന്ധിച്ച് ആ കുമ്പസാര രഹസ്യം എടുത്തു വെച്ചിട്ട് മറ്റൊരു വ്യക്തിയുടെ പേരിൽ ഒരു ആരോപണമായിട്ടോ അല്ലെങ്കിൽ ഒരു ഭീഷണിയായിട്ടോ പറയാൻ പറ്റുന്നൊരു കാര്യമാണോ? അത് നല്ലതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കേ. രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച് പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട. അയ്യോ, ഞാൻ പറയട്ടെ അച്ഛൻ ഈ കാര്യങ്ങൾ അറിയാവുന്നതായിരുന്നു, നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമായിരുന്നു. പോലീസ് സ്റ്റേഷൻകാരെ ആൾക്കാർ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അച്ഛൻ പറഞ്ഞില്ല? അച്ഛൻ എന്തുകൊണ്ട് ആ സമയത്ത് ഇത് പറഞ്ഞില്ല? പറയേണ്ടതല്ലായിരുന്നോ? അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വന്നിട്ട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കിന് കാണുന്ന ഞങ്ങൾ എന്താ വിചാരിക്കണം? പുരോഹിതനായതുകൊണ്ടും ഇതേ കയ്യിലിരിക്കുന്ന കുരിശും വെച്ചിട്ട് തന്നെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. നല്ലതാണെന്ന് ശ്രദ്ധിക്കേണ്ട. ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റുമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ട് കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്, വേണമെങ്കിൽ ഇവിടെ വന്ന് ജീവിക്കാം. അച്ഛൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ അച്ഛൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ റൂമുണ്ട്, ഇവിടെ വീടുണ്ടെന്നുള്ള കാര്യമായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത്. അച്ഛൻ ഇത് കിച്ചുവിനും അനിയനും കൂടെ കൊടുത്ത വീടാണ്, രേണുവിനകത്ത് എന്താ അവകാശമൊന്നുമല്ല അച്ഛൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇതൊക്കെ ഇപ്പൊ എന്താ പറ്റി? സത്യത്തിൽ എന്തോ സംഭവിച്ചത്? ഈ ബ്ലെസ്സിങ് ആർക്കാ കിട്ടിയത്? ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനെ രേണു പറയത്തില്ലായിരുന്നോ ഇടയ്ക്കൊടുത്ത് അച്ഛനെ കുറിച്ച് എന്തോ വിഷമാന്നൊക്കെ? അപ്പൊ അതൊക്കെ വീണ്ടും നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പറ്റിയെന്ന്. എനിക്ക് ഇത്തരത്തിലുള്ള ഒരു മനസ്സ് മറ്റ് പലർക്കും ഉണ്ടാവാറില്ല. ഇപ്പോഴും ഇപ്പൊ നിങ്ങൾ ശത്രുതയാണെങ്കിലും ഇപ്പൊ നിങ്ങൾ അതെല്ലാം മറന്ന് വീണ്ടും അവരുടെ അടുത്തേക്ക് സ്നേഹത്തോടെ പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്ന രേണുസുതിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഇപ്പോഴും അങ്ങനെ തന്നെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ കാണുന്നതും കേൾക്കുന്നതും അറിവെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുസുതിയുമായിട്ട് ആൾക്കാരിങ്ങനെ ഇപ്പം മോള് പറഞ്ഞ പോലെ ശത്രുതയുണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ രേണുസുതി എന്ന് പറയുന്ന ഈ സഹോദരിയോടോ അവരുടെ കുടുംബത്തോടോ യാതൊരു വിധമായിട്ടുള്ള ദേഷ്യമോ മറ്റിതരമായ കോപമോ ഒന്നും ആർക്കും ഇല്ല. എൻ്റെ പൊന്നച്ചാ, നമ്മൾ തമ്മിലുള്ള സംസാരത്തിൽ തന്നെ നിങ്ങൾ വന്നിട്ട് ഇവിടെ വന്നൊന്ന് തിരക്കി നോക്ക്. ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളല്ലേ? എന്നെ അറിയത്തില്ലെന്ന് പറയില്ലേ കേട്ടോ? ഇതെന്ത് പറ്റിയതാ? ഇത് മാനസാന്തരം വരുമോ മനുഷ്യന്? അതും കർത്താവിന്റെ ഇടയിൽ ഇങ്ങനെ വരുമോ? ഇത് സത്യത്തെ എന്തോ ഗുളി പോലെ മാറി കഴിച്ചോ? ദൈവമേ കർത്താവേ, നീ കനിഞ്ഞത് അച്ഛനെ തന്നെ ആയിരുന്നു. സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിലൂടെയും ഒക്കെയാണ് അവരെ ഇങ്ങനെ, പിന്നെ അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് ദിവസവും അച്ഛൻ ആ ഒരു ചോദ്യം വഴിതെറ്റി വിട്ടുണ്ടോ? ആ ഒരു ചോദ്യം, അതായത് സോഷ്യൽ മീഡിയയിലാണ് അതായത് വീഡിയോ ചെയ്യുന്നവരാണ് ഇങ്ങനെ എപ്പോഴും നെഗറ്റീവ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിന് അച്ഛൻ അത് കറക്കി തിരിച്ച് വളച്ച് മാറ്റി. അച്ഛൻ അത് പറയാൻ പറ്റുമോ? കാരണം ഇതേപോലെ തന്നെ അച്ഛൻ എത്ര യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ലേ? അതുപോലെ എത്ര പേരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവരെ നെഗറ്റീവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യണം. ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വ്യൂവർ ഈ പുള്ളിയായിരുന്നു. ഈ നെഗറ്റിവിറ്റി, ആ നെഗറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് റിട്ടേൺ കോമൻസ് വരെ വരുമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് രേണുവിന്റെ ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഒന്നും അതല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്.
തിരിച്ചു പോകാനായിട്ട് അവർ ജോലി ചെയ്തൊരു സഹോദരിയാണ്. അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ പ്രൊമോഷൻ ചെയ്യുമായിരുന്നു, അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ ഉദ്ഘാടനങ്ങൾക്ക് പോകുമായിരുന്നു, അവർക്ക് അറിയാവുന്ന സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമായിരുന്നു. അതൊക്കെ അവരുടെ ജീവിത സന്ധാരണത്തിനായിട്ട് അന്നന്ന് ജീവിതം, കാരണം കൊല്ലം സ്തുതി മരണപ്പെട്ട ശേഷം ആ കുടുംബം മുൻപോട്ട് പോകണം. അവർക്കൊരു വസ്തുവും വീടും ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന എത്രയോ സഹോദരിമാര്, പുരുഷന്മാര് അവരവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. നമുക്ക് അവരെ വിമർശിക്കാൻ നമുക്ക് അതിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്തോ പറയാനാ ഞാൻ ഇതിനകത്ത്. അങ്ങനെ ഓരോരുത്തർക്ക് വിമർശിക്കാനായിട്ട് കോണ്ടന്റുകൾ ഇട്ട് കൊടുത്തിട്ടില്ലേ? ആ വിമർശിക്കുന്നവർ വിമർശിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടില്ലേ? എത്ര ഇന്റർവ്യൂസ് ആണ് ഈ അച്ഛൻ കൊടുത്തിട്ടുള്ളത്? ആ ഇന്റർവ്യൂസിനകത്തെല്ലാം ആ ഒരു പെൺകുട്ടിയെ സൈബർ ബുള്ളിങ്ങിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പറയുന്ന ഇതേ കാര്യം തന്നെ സ്വന്തം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു സമയത്ത് ഇവരുടെ വീട്ടിൽ നിന്ന് കയറി ഇറങ്ങാൻ സമയമില്ലായിരുന്നു, കുംഭസാരം വരെ മാറ്റി വെച്ചിട്ടാണെന്ന് തോന്നുന്നു പല ഇന്റർവ്യൂസും കൊടുത്തിട്ടുള്ളത് പല ആൾക്കാർക്കും വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തു തരാം, അല്ലാതെ ഇരുട്ട് വെളുത്തപ്പോഴത്തേക്കിനെ നമ്മളിതെല്ലാം മറന്നുപോയിട്ടൊന്നുമില്ല. ഓക്കെ, അവരവരുടെ ജോലി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. എൻ്റെ പ്രാർത്ഥന അവർ എത്രയും പെട്ടെന്ന് സൗഖ്യമുള്ളവളായിട്ട് മാറി അവര് സന്തോഷത്തോടെ അവരുടെ മോനെ വളർത്തി. ഒരു കൊച്ചു മോനുണ്ട് അവർക്ക്, ഒരു 6.5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെ വളർത്തി അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ പ്രാർത്ഥന കൂട്ടായ്മകളിലുള്ളവരുടെയും സഭയിലുള്ള വിശ്വാസികളുടെയും ജനങ്ങളുടെയും എൻ്റെ സ്നേഹിതരുടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെത്രയും വേഗം സുഖം പ്രാപിച്ച് ആരോഗ്യത്തോടെ. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് എല്ലാവരും ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന്, രേണു മാത്രമല്ല ഇതുപോയിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ സർവൈവ് ചെയ്തുകൊണ്ട് എല്ലാവരും അതിൽ നിന്നും വിട്ടുമാറി വരട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ സംസാരിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ആ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവരായിട്ട് തന്നെ വഴി ഒരുക്കി കൊടുക്കും. ഇപ്പൊ താണ്ടെ ചിലപ്പോൾ രേണുവിന് വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ പാസ് കൊടുത്തിരിക്കും. അച്ഛൻ പറഞ്ഞ ബാക്കി എന്തായാലും അയൽക്കാരല്ലേ, ബാക്കി ഞാൻ അയൽ സൈഡിൽ നിന്ന് ഇട്ട് തരാമെന്ന്. അത്രേ ഉള്ളത്. അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. ഇപ്പോ നമ്മളിപ്പം ഒരുപാട് ഇതിൽ കാണുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ടൊരു മകൻ ഇച്ചു ഇറക്കിയ ഒരു വീഡിയോ, ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. എന്നെ ഇന്നലെ വിദേശത്തു നിന്നൊക്കെ എൻ്റെ ബന്ധുമിത്രാദികൾ വിളിച്ച് സംസാരിച്ചു. ഇത്രയും രോഗക്കിടക്കയിലായിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി മരണത്തെ മുഖാമുഖമായി കണ്ട സന്ദർഭത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതുപോലുള്ളൊരു സാഹചര്യം, കാരണം അവർ ICUവിലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു വേദനകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് പറയുകയോ എടുക്കുകയോ ചെയ്ത് അവർ സുഖം പ്രാപിച്ച് വന്ന ശേഷം ഒരു അമ്മയും മകനുമാണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ നമ്മളും മാത്രമേ പറഞ്ഞുള്ളൂ, അതായത് വീട്ടിൽ വെച്ച് പറഞ്ഞു കിടാവുന്ന ഒരു കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു വിഷയത്തിലേക്ക് വീണ്ടും വലിച്ചു കയറ്റിയത് ആരാണ്? രേണു തന്നെ അല്ലേ? എനിക്കൊരു മൂത്ത മോനുണ്ട്, ഇതുവരെ എന്നെ കാണാൻ വന്നില്ല എന്നുള്ളത്. അപ്പൊ എന്ത് വേണം? അത് പബ്ലിക്കിലേക്ക് കൊണ്ടുപോകും, അത് പേഴ്സണൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് അതൊരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് ഞങ്ങളെ പോലുള്ള 4 പേർക്കിടയിലേക്ക് ഒരു സാധനം എടുത്തിട്ടു ടു റീച്ച് അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ അതുപോലെ ഒരു ഇന്റർവ്യൂ ആയിട്ട് ഈ പുരോഹിതം വന്നിരിക്കുന്നതിന് ടു റീച്ച് എന്തിനാണോ എന്തോ എവിടെയോ കിടന്ന് തിളക്കുന്ന സാമ്പാർ വല്ല കാര്യമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. അപ്പം രേണു സുധിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അവരവരുടെ രോഗവിവരങ്ങൾ അവരെ സ്നേഹിക്കുന്നവരെ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരും അവരെ ചേർത്ത് പിടിക്കുന്നവരെയും അവരുടെ അപ്ഡേറ്റ്സുകൾ. യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഇതുവരെ അറിയത്തില്ലായിരുന്നില്ല അച്ഛനെ. ആ യൂട്യൂബിനകത്ത് നമുക്കിടാൻ പാകത്തിലുള്ള കോണ്ടന്റുകളൊക്കെ വരുമ്പോഴത്തേക്കിനെ അത് ഇൻഫോം ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. വേർ ഈസ് ഹി? അറിയിക്കാറുണ്ട്, എനിക്ക് ഇന്ന് ഓർമ്മയില്ല, ഇന്ന് ക്ഷീണമാണ്, അല്ലെ ഇന്ന് എനിക്ക് പ്രയാസമുണ്ട്, അല്ലെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവരവരുടെ കാര്യങ്ങൾ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരത് കാണുന്നു. അവരെ വിമർശിക്കേണ്ടവർ അതിൻ്റെ അടി കമന്റുകൾ എഴുതുന്നു. പക്ഷെ സ്വന്തം മകനെന്ന് അവർ വളർത്തിക്കൊണ്ട് വന്ന അങ്ങനെ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലൊരു അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് ആ മോൻ അത് കാണിച്ചതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും അത് പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അഥവാ അങ്ങനെ പറയണമെങ്കിൽ അവൻ ഫോണിൽ വിളിച്ചിട്ട് അവൻ പറയാം, അമ്മ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു അവിടെ കൊണ്ട് തീർക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെന്തോ ഞാൻ ചോദിക്കുന്നത്, രേണു സുധീര PR എടുത്തിരിക്കുക നിങ്ങള്?
ഞാൻ ചോദിക്കാം, നിങ്ങൾ രണ്ടുപേരും കൂടെ PR എടുത്തിട്ട് ചെയ്യുന്ന പരിപാടിയാണത്. രേണു തന്നെയല്ലേ ഇതുപോലൊരു കാര്യം ടോപ്പിക്കായിട്ട് നമുക്ക് മുന്നിലേക്ക് എടുത്തിട്ടത്. നിങ്ങളിത് ചർച്ചയാക്കൂ, മകൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് അവനോട് ചോദിക്കൂന്ന്. അല്ലാതെ അവനടുത്തൊരു വീഡിയോ ഇട്ടതാണോ? അവർ തന്നെ ഒരു വീഡിയോ ഇട്ട് ടോപ്പിക്കായിട്ട് ചർച്ചയായിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവർ തന്നെ നേരെ അവനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന് കറങ്ങി അവൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ, എനിക്ക് മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ അടുത്ത വരാൻ പോകുന്നതെന്ന് പറയാം. അടുത്ത വരാൻ പോകുന്ന സാധനം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതിനകത്ത് നടന്നില്ല. രേണു നെഗറ്റീവ് അടിച്ച് രേണുവിന് ഇനിയും ഇഷ്ടമാവും, അല്ലെ പണി കിട്ടുമെന്ന് രേണുവിന് വ്യക്തമായിട്ട് അറിയാവുന്നുണ്ട്. ഈ സാധനം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് വാസ് കൊടുത്തു, ഈ സാധനം ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നെഗറ്റിവിറ്റികളാണ് വീടുന്നത് എന്ന് കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും രേണുവിന് ഇത്രയും ഞാൻ കണ്ട നേരത്തെ പോലുള്ള കമന്റ് ബോക്സ് അത്രയും സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോർട്ട് ഇല്ലാത്ത രേണുവിനെ എനിക്ക് കാണുന്നത്. സപ്പോർട്ട് ഉണ്ട്, പക്ഷെ ആ സപ്പോർട്ടിന്റെ റേഷ്യോ കുറഞ്ഞ് സ്വന്തമായിട്ട് കുറയിപ്പിച്ചതല്ലേ. അപ്പം ഉടനെ ഇതുപോലുള്ള ഒരു വീഡിയോകളൊക്കെ മറ്റുള്ള ആൾക്കാർ ഇറക്കുമ്പോൾ എന്തോ ചെയ്യും, ഇനി അവരുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടിയിട്ട് അവനെതിരെ എന്തുകൊണ്ടുള്ള ആരോപണം, ആ ആരോപണം എടുത്ത് തൂക്കി ജനങ്ങൾക്ക് ഇട്ടിട്ട് എന്നാ എൻ്റെ മോൻ, ഞാൻ ഇത്രയും നാൾ വളർത്തിയ മോനങ്ങ് പൊക്കോട്ടെ, അവൻ സൈബർ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവനെ ഇട്ട് കൊടുക്കുവാന്ന് അല്ലേ? അതല്ലേ കാണിക്കുന്നേ? അതായിരിക്കും ഇനി വരാൻ. നിങ്ങൾ നോക്കി ഉടനെ തന്നെ ആ സാധനം വരും. ഉണ്ടായിരുന്നല്ല നമ്മളൊരു ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയും. അതുപോലെ അവരും ഒരു അമ്മയും മകനുമായിട്ട് അതങ്ങ് തീർത്താൽ മതിയായിരുന്നു. പക്ഷെ ഇതിപ്പം എന്താ പറയാ, എറിയാനുള്ള കല്ല് കൊണ്ട് കൊടുത്ത പോലായി അല്ലേ? മറ്റുള്ളവർക്ക് രേണുസുതിയെ എറിയുവാനായിട്ടുള്ള കല്ല് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നവരെല്ലാവരും എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രേണുസുതിക്കൊന്നും ഒന്നും സംഭവിച്ചു. കുറെ നാള് അച്ഛന്റെ കയ്യിൽ ഈ കൊട്ടക്കകത്ത് കുറെ കല്ലുണ്ടായിരുന്നു, അതെല്ലാം എറിഞ്ഞെറിഞ്ഞ് തീർന്നു. ഇപ്പൊ കിച്ചുവിനെ എറിയാനായിട്ടുള്ള കുറച്ച് കല്ലുകൾ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊരു എറിച്ചിൽ തന്നെ അല്ലേടേ? എറിച്ചിൽ തന്നെ അല്ലേ? നിങ്ങൾ എറിച്ചിൽ തന്നെ അല്ലേ? ആലോചിച്ച് കണ്ട് തീരുമാനിച്ചെടുത്ത് പറഞ്ഞാൽ മതി. പോകുന്നില്ല. രേണുസുതി ദൈവ ആരോഗ്യം കൊടുത്ത് ആയുസ് കൊടുത്ത് മടങ്ങി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറവുള്ളവരും കുറ്റക്കാരുമായിട്ടുള്ള മനുഷ്യർ ഇന്ന് ലോകത്തിൽ നാം ഓരോരുത്തരും. അപ്പോൾ ആ കുറവുകളെ പരിഹരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും നമ്മളോട് മാപ്പ് തന്ന് ക്ഷമ തരുന്നത് മനുഷ്യരല്ല. മനുഷ്യരൊരിക്കലും ഒരാളെ പറ്റിയും, ഞാൻ തുറന്നു പറയാണ്, ഒരു മനുഷ്യരും വേറൊരാളെ പറ്റി നല്ല വശം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ നെഗറ്റീവുകളെ കണ്ടുപിടിച്ച് അവരെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരിക്കുമോ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ? എന്തായാലും കൊള്ളാം കേട്ടോ. പക്ഷേ രേണുവിൻ്റെ ദുരാവസ്ഥയും ഈ പറഞ്ഞ മെഡിക്കൽ കണ്ടീഷനും എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് എന്തിനു വേണ്ടിയിട്ടാണോ, എന്തിനാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ മറ്റേ ശാരികയോ, എൻ്റെ നിങ്ങളുടെ പ്രീവിയസ് വീഡിയോ ഇച്ചിരി അടിച്ചു നോക്കിയാൽ മതി. ബിഗ് ബോസിലുണ്ട് ശാരിക ഇവരുടെ വീട്ടിലോട്ട് അങ്ങനെ പോകാൻ കാട്ടിനിടയിൽ ഒരു വീട് കൊണ്ടു വെച്ചിട്ട് വണ്ടി പോകാനുള്ള വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു സമയത്ത് ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടിയുണ്ടെന്നും വെള്ളമുണ്ടെന്നും വഴിയുണ്ടെന്നും അവിടുത്തെ, എനിക്ക് തോന്നുന്നു ആ വീഡിയോയ്ക്കകത്ത് ഞാൻ അവിടുത്തെ ബസ്സിൻ്റെ സമയം എടുത്ത് വെച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ സമയം ദാ ഇങ്ങനെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ബസ്സിൻ്റെ സമയം വരെ എനിക്ക് പ്രോപ്പറായിട്ട് ഇട്ട് തന്നു. കണ്ട ഇത്രയും ബസ് അവിടെ ഉണ്ട്, എന്നിട്ടാണ് വെള്ളവും വണ്ടിയില്ലാത്ത സ്ഥലമാണെന്ന് പറയുന്നത്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഇരിക്കുന്നു. അല്ല, ആൾക്കാർക്ക് മാറാൻ മാനസാന്തരം വരാൻ അതിൻ്റെ കുഴപ്പമില്ല. അച്ഛൻ മാറിക്കോ, അച്ഛൻ മാറുന്നതിന് നല്ലതാണ്, ഒരിക്കലും ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു പുരോഹിതം മാറുമ്പോഴത്തേക്കിന് പുരോഹിതൻ്റെ മുന്നിൽ നിൽക്കുന്ന കൊള്ളക്കാരനാണെങ്കിലും നല്ലവനാണെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരു പുരോഹിതൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഡ്യൂട്ടി. അത് കർത്താവ് ഒരിക്കലും ആരെ മാറ്റി നിർത്താൻ പറഞ്ഞിട്ടില്ലല്ലോ. അതിപ്പം കൊള്ളക്കാരനാണെങ്കിലും നല്ലവനാണെങ്കിലും അവനും കൂടെ കൊടുക്കുക, അവരെയും കൂടെ ചേർത്ത് നിർത്തുക, അവരെ നല്ല വഴി കൊണ്ടുപോകും, അങ്ങനെ ഉള്ളൂ. അല്ലാതെ ഒരുത്തന്നെ സൈബർ അറ്റാക്കിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മറ്റേനെ പിടിച്ചു നിർത്തുക, ഇനി മറ്റേനെ പിടിച്ചു കൊടുത്തിട്ട് മറ്റേനെ പിടിച്ചേർത്ത് അങ്ങനെയൊന്നും ഒരിക്കലും പറയത്തില്ല. കർത്താവിൻ്റെ മീഡിയേറ്റർ അല്ലേ ഈ പറയുന്ന വ്യക്തി, അതായത് ഈ പുരോഹിതരല്ല, കർത്താവിൻ്റെ മീഡിയേറ്റർ അല്ലേ. ആ മീഡിയേറ്ററായിട്ട് നിൽക്കുമ്പോഴത്തേന് കർത്താവ് അംഗീകരിക്കുന്ന സാധനം അതല്ലേ നമുക്കിടയിലേക്ക് പറഞ്ഞു തരേണ്ടത്. കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവനെ സൈബർ അറ്റാക്കിലേക്ക് ഇട്ടിട്ട് മറ്റേനെ സേഫ് ചെയ്തോളാം എന്നുള്ളത്. അത് മാത്രമേ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൂ. പിന്നെ മാറ്റം അത് അനിവാര്യമോ, അതിപ്പോൾ കണ്ടു കാണുമല്ലോ. അപ്പം